പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എല്ലാം കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടല്ലേ? എല്ലാവരും കൺഫർമേഷൻ കൊടുത്തെന്ന് കരുതുന്നു. 18 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള അവസാന തീയതി. എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന കരുതുന്നുണ്ട്. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ, കമ്പനി ബോർഡ്, LGS, ബെപ്കോ, LDC തുടങ്ങിയവയ്ക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം ആനുകാലിക വിവരങ്ങൾ. അപ്പോൾ ഫെബ്രുവരി മാസത്തെ ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ്സാണിത്. ഇതെന്തായാലും ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, കേരള സ്പോർട്സ് കൗൺസിലിന്റെ 2024 GV രാജ അവാർഡിന് അർഹരായത് ആരൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് മുഹമ്മദ് അഫ്സൽ, അത്ലറ്റിക്സ് താരമായ മുഹമ്മദ് അഫ്സലും. രണ്ടാമത് PK ഐശ്വര്യാണ്, നെറ്റ്ബോൾ താരമായ PK ഐശ്വര്യ. മുഹമ്മദ് അഫ്സലിന്റെ ചിത്രമാണ് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ PK ഐശ്വര്യയുടെ ചിത്രം തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിന്റെ 2024 GV രാജ അവാർഡിന് അർഹരായവരാണ് മുഹമ്മദ് അഫ്സലും അത്ലറ്റിക് വിഭാഗത്തിൽ നിന്ന്, അതുപോലെ തന്നെ PK ഐശ്വര്യ നെറ്റ്ബോളിൽ നിന്ന്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 2023 അറിഞ്ഞിരിക്കണം. 2024 ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ 2023 GV രാജ അവാർഡിന് അർഹരായവർ മുഹമ്മദ് അജ്മലും അതുപോലെ തന്നെ ആൻസി സോജൻ. രണ്ടുപേരും അത്ലറ്റിക്സ് വിഭാഗത്തിൽ നിന്നാണ്, മുഹമ്മദ് അജ്മലും ആൻസി സോജനും. അതുപോലെ തന്നെ ഈ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെതാണ് 2022 GV രാജ അവാർഡിന് അർഹരായവർ അറിഞ്ഞിരിക്കണം. അബ്ദുള്ള അബൂബക്കർ അത്ലറ്റിക്സിൽ നിന്നും, VK വിസ്മയും അത്ലറ്റിക്സിൽ നിന്ന്. അപ്പോൾ 2024 മുഹമ്മദ് അഫ്സൽ, PK ഐശ്വര്യ, അതാണ് ഇമ്പോർട്ടന്റ്. മുഹമ്മദ് അഫ്സൽ അത്ലറ്റിക്സ് വിഭാഗത്തിലും PK ഐശ്വര്യ നെറ്റ്ബോളിലും. അതുപോലെ തന്നെ 2023 മുഹമ്മദ് അജ്മൽ അത്ലറ്റിക്സ്, ആൻസി സോജൻ അത്ലറ്റിക്സ്. അതുപോലെ തന്നെ 2022 കേരള സ്പോർട്സ് കൗൺസിലിന്റെ GV രാജ അവാർഡിന് അർഹരായവർ അബ്ദുള്ള അബൂബക്കറും അത്ലറ്റിക്സിൽ നിന്ന് VK വിസ്മയും. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതവും അതുപോലെ തന്നെ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി അറിഞ്ഞിരിക്കണം. നിർഭയ നിശ എന്നാണ് ആ പദ്ധതിയുടെ പേര്. എന്താണ് നിർഭയ നിശ? സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതവും സ്വതന്ത്രമായും സഞ്ചരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ നിശ എന്നുള്ളത്. അടുത്തത്, റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയാണ് ഇ-റുപ്പി. ഈ ഇ-റുപ്പി ഉപയോഗിച്ച് പൊതുവിതരണ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ്. ഇ-റുപ്പി ഉപയോഗിച്ച്, റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ ഇ-റുപ്പി ഉപയോഗിച്ച് പൊതുവിതരണ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്തത്, AKG അറിയാലോ. AK ഗോപാലന്റെ സ്മരണാർത്ഥമുള്ള AKG സ്മൃതി മ്യൂസിയം അല്ലെങ്കിൽ ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ പെർളശ്ശേരിയിലാണ്. AKG സ്മൃതി മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത പോയിന്റിലേക്ക് പോയാലോ? കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന സമഗ്ര പരിശീലന പദ്ധതിയാണ് സർവം AI മയം. സർവം മായയൊക്കെ ഫിലിമൊക്കെ കണ്ടതല്ലേ? അപ്പോൾ അത് ഓർത്തിരുന്ന സർവം AI മയം എന്നാണ്. കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന സമഗ്ര പരിശീലന പദ്ധതിയാണ് സർവം AI മയം. 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് സ്മൃതി മന്ദാനയാണ്. 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമായ സ്മൃതി മന്ദാനയാണ്. അതുപോലെ 2026 ഇന്ത്യ ഇമ്പാക്ട് എക്സാമിന് ചോദിക്കുക. ഇന്ത്യ ഇമ്പാക്ട് AI ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്. 2026 ഇന്ത്യ ഇമ്പാക്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്. ഇനി അതുപോലെ തന്നെ 2027 നടക്കുന്ന 5ാമത് AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഇപ്പോൾ 2026 4ാമതായിരുന്നു. ആ 4ാമത് AI ഉച്ചകോടിക്ക് ഇമ്പാക്ട്
AI ഉച്ചകോടിക്ക് ഇന്ത്യ ഇമ്പാക്ട് AI ഉച്ചകോടിക്ക് വേദിയായത്. അപ്പോൾ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയിലെ ഭാരത് മണ്ഡപമാണ്, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം. അതുപോലെ തന്നെ 5ാമത് AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് 2027 5ാമത് AI ഉച്ചകോടിക്ക് വേദിയാവുന്നത്. അതേപോലെ 2028 ഉച്ചകോടിക്ക് വേദിയാകാൻ പോകുന്ന UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. 2028 6ാമത് AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. അടുത്ത അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം എന്ന റെക്കോർഡിന് ഉടമയായത് ഇന്ത്യൻ താരം, തിരിഞ്ഞു പോകരുത്, ഹർമൻപ്രീത് കൗർ ആണ്. സ്മൃതി മന്ദാനയ്ക്ക് 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരമാണ് ലഭിച്ചത്. ഇവിടെ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് ഉടമയായ ഇന്ത്യൻ താരമാണ് ഹർമൻപ്രീത് കൗർ. അതും ആ വസ്തുതയും മറന്നുപോകൽ. അടുത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി 2026. അപ്പോൾ വായുശക്തി 2026 അഭ്യാസ പ്രകടനത്തിന് വേദിയാകുന്നത് രാജസ്ഥാനിലെ പൊക്രാനിലാണ്. രാജസ്ഥാനിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഫെബ്രുവരി 27 വിജയകരമായി ഭാരതീയ വായുസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന ബൃഹത്തായ അഭ്യാസ പ്രകടനമാണ് വായുശക്തി 2020 എക്സസൈസ് വായുശക്തി 26 എന്നാണ്. ഫെബ്രുവരി 27 രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്തുള്ള പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് വിജയകരമായി നടന്നത്. 3 വർഷത്തിലൊരിക്കലാണ് ഈ വായുശക്തി അഭ്യാസ പ്രകടനം ഇന്ത്യൻ വ്യോമസേന നടത്താറുള്ളത്. പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നതിനകത്ത് തീയതിയും വേദിയും അറിഞ്ഞിരിക്കുന്ന 2026 ഫെബ്രുവരി 27 രാജസ്ഥാനിലെ പൊക്രാനിൽ. ഇവിടെ മുഖ്യാതിഥി ഈ വായുശക്തി 2026 മുഖ്യാതിഥി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റായ ദ്രൗപദി മുർമു ആണ് പങ്കെടുത്തത്. ഇതിൽ പങ്കെടുത്ത വിമാനങ്ങൾ റഫാല്, സുഖോയ് 30 MKI, തേജസ്, മിരാജ് 2000, ജഗ്വാർ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ, അതുപോലെ അപ്പാച്ചെ, ചിനൂക്ക്, പ്രചണ്ഡ് ഇവയൊക്കെ ഹെലികോപ്റ്ററുകളാണെന്നറിയാം. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടെ 125ലധികം വിമാനങ്ങളാണ് പങ്കെടുത്തത്. അപ്പോൾ ഈ വായുശക്തി 2026 ലക്ഷ്യമെന്ന് പറയുന്നത് വ്യോമസേനയുടെ പകൽ സമയത്തും രാത്രിയിലുമുള്ള കൃത്യമായ പ്രിസിഷൻ സ്ട്രൈക്ക്, അതായത് പ്രഹരശേഷിയും കരസേനയുമായുള്ള സംയുക്ത പ്രവർത്തനങ്ങളും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ്? വ്യോമസേനയുടെ പകൽ സമയത്തും രാത്രിയിലുമുള്ള കൃത്യമായ പ്രഹരശേഷിയും കരസേനയുമായുള്ള സംയുക്ത പ്രവർത്തനങ്ങളും പ്രദർശിപ്പിക്കുക എന്നുള്ളതായിരുന്നു വായുശക്തി 2026 ലക്ഷ്യം എന്ന് പറയുന്ന. ഇതിന്റെ ആപ്തവാക്യം കൂടി അറിഞ്ഞിരിക്കണം. അച്ചൂക്ക് അഭേദ്യ ഓർ സതീക്ക് എന്നാണ്. എന്താണ്? അച്ചൂക്ക് അഭേദ്യ ഓർ സതീക്ക്, കൃത്യമായത്, തകർക്കാനാവാത്തത്, സൂക്ഷ്മമായത് എന്നിങ്ങനെയായിരുന്നു 2026 വായുശക്തി 2026 ആപ്തവാക്യം. അച്ചൂക്ക് അഭേദ്യ ഓർ സതീക്ക്, കൃത്യമായത്, തകർക്കാനാവാത്തത്, സൂക്ഷ്മമായത് എന്നിങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വായുശക്തി 2026 എന്താണെന്ന് മനസ്സിലായല്ലോ. സെറ്റല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പറയാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ, അതായത് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപമാണ് പാവക്കഥകളിയാണ്. പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം പാവക്കഥകളിയാണ്. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം പാവക്കഥകളി. 2024-25 വർഷത്തെ എക്സാമിന് ചോദിക്കും. സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്താണ്. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ. 25ാമത് വിന്റർ ഒളിമ്പിക്സ് 2026 18 സ്വർണം ഉൾപ്പെടെ 41 മെഡലുകൾ നേടി ജേതാവായ രാജ്യം ഏതാണ്? നോർവേ ആണ്. ഏതാണ്? നോർവേ ആണ് ജേതാവായത്. 2026 നടന്ന 25ാമത് വിന്റർ ഒളിമ്പിക്സ് 18 സ്വർണം ഉൾപ്പെടെ 41 മെഡലുകൾ നേടി ജേതാവായ രാജ്യമായതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നോർവേയാണ്. 2ാം സ്ഥാനം USA-ക്കും 3ാം സ്ഥാനം നെതർലാൻഡും. വേദി നമുക്കറിയാം ഇറ്റലി ആയിരുന്നു അല്ലേ?
ഇരുപത്തിയാറിലെ 25ാമത് വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലി ആയിരുന്നു. 18 സ്വർണം ഉൾപ്പെടെ 41 മെഡൽ നേടി ജേതാവായ രാജ്യം നോർവേയാണ്. അത് മറന്നു പോകരുത്. അതുപോലെ 2ാം സ്ഥാനം USA-ക്ക്, 3ാം സ്ഥാനം നെതർലാൻഡും, വേദി ഇറ്റലിയുമായിരുന്നു. ഓക്കെ അല്ലേ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള 2024-25 മഹാത്മാ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിൽ ചോദിക്കും. ഏതാണ്? എടവകയാണ്. വയനാടിലെ എടവകയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികച്ച പ്രവർത്തനത്തിലുള്ള 2024-25 മഹാത്മാ അവാർഡ് കരസ്ഥമാക്കിയ ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലെ എടവക. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കടവിളയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള 2024-25 മഹാത്മാ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത്. ഒന്നുകൂടി ഏതൊക്കെയാണ്? വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്തും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കടവിളയാണ് തിരഞ്ഞെടുത്തത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ പശു പൈതൃക മ്യൂസിയം നിലവിൽ വരുന്ന ഉത്തർപ്രദേശിലെ മധുരയിലാണ്. ഇന്ത്യയിലെ, അത് എളുപ്പമുണ്ടാവും എഴുതാനായിട്ട് അല്ലേ? ഇന്ത്യയിലെ ആദ്യ പശു പൈതൃക മ്യൂസിയം നിലവിൽ വരുന്ന ഉത്തർപ്രദേശിലെ മധുരയിൽ. ഇന്ത്യയിലെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ സർവകലാശാല നിലവിൽ വരുന്നത് വയനാടാണ്. അതറിഞ്ഞത് ഇന്ത്യയിലെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? വയനാടാണ്. 2026 ഫെബ്രുവരിയിൽ സി രാജഗോപാലാചാരിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട സ്ഥലം അറിഞ്ഞിരിക്കണം. നമ്മുടെ രാഷ്ട്രപതി ഭവനിലാണ്. കാരണം അത് ബ്രിട്ടീഷ് വാസ്തുശില്പിയായ എഡ്വിൻ ലൂട്ടൻസിന്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. ആ എഡ്വിൻ ലൂട്ടൻസിന്റെ പ്രതിമ മാറ്റിയിട്ടാണ് നമ്മുടെ സി രാജഗോപാലാചാരിയുടെ അർദ്ധകായ പ്രതിമ, പകുതി ശരീരമുള്ളത് എന്നാണ് അർദ്ധകായ പ്രതിമ എന്നുദ്ദേശിച്ചത്. അപ്പോൾ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് രാഷ്ട്രപതി ഭവനിലാണ്. ബ്രിട്ടീഷ് വാസ്തുശില്പിയായിരുന്ന എഡ്വിൻ ലൂട്ടൻസിന്റെ പ്രതിമ മാറ്റിയിട്ടാണ് സി രാജഗോപാലാചാരിയുടെ അർദ്ധകായ പ്രതിമ അവിടെ സ്ഥാപിച്ചത്. ആരാടെ സി രാജഗോപാലാചാരി? രാജാജി എന്നറിയപ്പെട്ടിരുന്ന സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയുടെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. രാജാജി എന്നും CR എന്നുമൊക്കെ സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ട സി രാജഗോപാലാചാരി 1878 ജനിക്കുകയും 1972 മരണമടയുകയും ചെയ്തു. ഇന്ത്യൻ ഗവർണർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? സി രാജഗോപാലാചാരി. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാലാചാരി. 1948 മുതൽ 1950 വരെയായിരുന്നു അദ്ദേഹം ആ പദവി വഹിച്ചിരുന്നത്. അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിയുടെ പ്രീമിയറായി, അതായത് 1937 മുതൽ 1939 വരെ. പിന്നീട് മദ്രാസ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ട് മദ്രാസ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നത് 1952 മുതൽ 1954 വരെയാണ്. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായി, ഹോം മിനിസ്റ്ററായി ചുമതലയേറ്റ വ്യക്തി കൂടിയാണ് ആര്? കേന്ദ്രമന്ത്രിയായ സി രാജഗോപാലാചാരി. അതുപോലെ പശ്ചിമ ബംഗാളിന്റെ, എക്സാമിന് ചോദിക്കാം, പശ്ചിമ ബംഗാളിന്റെ ആദ്യ ഗവർണർ ആയിരുന്നു ആര്? രാജഗോപാലാചാരി പശ്ചിമ ബംഗാളിന്റെ ആദ്യ ഗവർണർ ആയിരുന്നു. അതുപോലെ തന്നെ 1954 ഇന്ത്യയുടെ പരമോന്നത ബഹുമതി, ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ആദ്യമായി ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ് ആര്? രാജാജി എന്ന സി രാജഗോപാലാചാരി. 1959 അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര പാർട്ടിയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി 1944 ഈ സി രാജഗോപാലാചാരി ഒരു ഫോർമുല അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പദ്ധതി തന്നെയാണ് CR ഫോർമുല എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ
രാമായണം, മഹാഭാരതം എന്നിവയ്ക്ക് അദ്ദേഹം നൽകിയ വ്യാഖ്യാനങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ചക്രവർത്തി തിരുമകൻ എന്ന കൃതിക്ക് അദ്ദേഹത്തിന്റെ കൃതിയാണ് 1958 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? സി രാജഗോപാലാചാരി തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ 1878 ഡിസംബർ 10 സി രാജഗോപാലാചാരി ജനിക്കുന്നത്. മദ്യനിരോധനത്തിനും ഐത്തോച്ചാടത്തിനും വേണ്ടി ശക്തമായ വാദിച്ച വ്യക്തി കൂടിയാണ് സി രാജഗോപാലാചാരി. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തോടുള്ള ഈ രാജഗോപാലാചാരിയോടുള്ള ആദരസൂചകമായിട്ടാണ് ഉത്തരാഖണ്ഡിലെ രാജാജി നാഷണൽ പാർക്കിന് ആ പേര് തന്നെ നൽകപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു 2026 എന്ത് ചെയ്തു? ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭവനിലെ എഡ്വിൻ ലൂട്ടൻസിന്റെ പ്രതിമയ്ക്ക് പകരമായിട്ട് സി രാജഗോപാലാചാരിയുടെ പ്രതിമ സ്ഥാപിച്ചു എന്നുള്ളത്. ഓക്കെ, 2026 ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടലിൽ അരങ്ങേറുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവിക അഭ്യാസ പ്രകടനമാണ് മിലാൻ 2026. അറിഞ്ഞിരിക്കണം, മിലാൻ 2026 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മിലാൻ 2026 2026 ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് വെച്ചാണ് നടന്നത്. വിശാഖപട്ടണത്ത് വെച്ച് ഇന്ത്യൻ നേവിയുടെ ബഹുരാഷ്ട്ര നാവിക അഭ്യാസമാണ് മിലാൻ 2026 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വേദി ഏതായിരുന്നത്? വിശാഖപട്ടണമാണ്. ഈസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിലാണ് അഭ്യാസം നടന്നത്. ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് സൗഹൃദം, സഹകരണം, കൂട്ടായ്മ. സൗഹൃദം, സഹകരണം, കൂട്ടായ്മ എന്നുള്ളതാണ്. 72ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും 42 കപ്പലുകളും അന്തർവാഹിനികളും 29 വിമാനങ്ങളുമാണ് മിലാൻ 2026 പങ്കെടുത്തത്. എങ്ങനെയാണ്? 72 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും 42 കപ്പലുകളും അന്തർവാഹിനികളെ 29 വിമാനങ്ങളുമാണ് ഈ അഭ്യാസത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഇന്ത്യയുടെ സമുദ്ര കാഴ്ചപ്പാടുണ്ട്. മഹാസാഗർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമുദ്ര കാഴ്ചപ്പാടാണ്. ആ മഹാസാഗർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മിലാൻ 2026 സംഘടിപ്പിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഇന്ത്യയുടെ ആദ്യ സമഗ്ര ഭീകര വിരുദ്ധ നയമാണ് പ്രഹാർ എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഇന്ത്യയുടെ ആദ്യ സമഗ്ര ഭീകര വിരുദ്ധ നയമാണ് പ്രഹാർ. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്, അതാണ് ബാഫ്റ്റ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ ബാഫ്റ്റ പുരസ്കാരം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ബാഫ്റ്റ പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ബൂങ്. മണിപ്പൂരി ചിത്രമാണ് ബൂങ് എന്ന് പറയുന്നത്. സംവിധാനം ചെയ്ത് ലക്ഷ്മിപ്രിയ ദേവിയാണ്. അവരുടെ ചിത്രമാണ് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡാണ് ബാഫ്റ്റ. ഈ ബാഫ്റ്റ പുരസ്കാരം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ബൂങ്. മണിപ്പൂരി ചിത്രമാണ്. സംവിധാനം ലക്ഷ്മിപ്രിയ ദേവിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ദേശീയപാതയോരങ്ങളിൽ തേനീച്ചകൾക്ക് സുരക്ഷിത ആവാസ വ്യവസ്ഥയും ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബി കോറിഡോർസ് എന്നാണ്. ബി കോറിഡോർസ് എന്ന് പറയുന്ന പദ്ധതി ദേശീയപാത അതോറിറ്റിയാണ്, NHAI ആണ് നടപ്പിലാക്കുന്നത്. ദേശീയപാതയോരങ്ങളിൽ തേനീച്ചകൾക്ക് സുരക്ഷിത ആവാസ വ്യവസ്ഥയും ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബി കോറിഡോർസ്. നെക്സ്റ്റ്, ടെറ്റനസ് അഡൽട്ട് ഡിഫ്തീരിയ. ടെറ്റനസ് അഡൽട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കായി ഇന്ത്യ ടെറ്റനസ് അഡൽട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ വാക്സിനാണ്. ഏതാണ്? TD വാക്സിനാണ്. ടെറ്റനസ്, അഡൽട്ട് ഡിഫ്തീരിയ തുടങ്ങിയവയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ വാക്സിനാണ് TD വാക്സിൻ. ടെറ്റനസ് ആൻഡ് അഡൽട്ട് ഡിഫ്തീരിയ, TD വാക്സിൻ. ഓക്കെ അല്ലേ? ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ച പാലം പെരുമ്പളം പാലമാണ്. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പെരുമ്പളം പാലം ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചതാണ്. കേരളത്തിലെ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം. അതുപോലെ തന്നെ ഇന്ത്യയിലെ എക്സാമിന് ചോദിക്കാം, ആദ്യത്തെ ESIC ആയുർവേദ
മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എഴുകോണാണ്. കൊല്ലം ജില്ലയിലെ എഴുകോണാണ് ഇന്ത്യയിലെ ആദ്യത്തെ SIC ആയുർവേദ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാന തലത്തിൽ മികച്ച നഗരസഭയായി മാറിയത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ നഗരസഭയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാന തലത്തിൽ മികച്ച നഗരസഭയായി മാറിയത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ഇരട്ട തുരങ്ക പാത നിലവിൽ വരുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ഇരട്ട തുരങ്ക പാത നിലവിൽ വരുന്നത് ബ്രഹ്മപുത്ര നദിയിൽ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഫെബ്രുവരി മാസത്തെ എല്ലാ ആനുകാലിക വിവരങ്ങളും മനസ്സിലാക്കി. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം പ്രയോജനം ചെയ്യും. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനേഷൻ കണ്ട് കേട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.